ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെ കണ്ടിട്ടില്ലേ? ആരും കൂട്ടിനില്ലാതെ, ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന മനുഷ്യർ. അവരെ കാണുമ്പോൾ ചിലർക്ക് സഹതാപം തോന്നും, വേറെ ചിലർക്ക് അത്ഭുതവും. ഒന്നുകിൽ ബലഹീനത കൊണ്ട് ഒറ്റപ്പെട്ടുപോയവരാവാം അവർ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യം കൊണ്ടോ അതുമല്ലെങ്കിൽ നിസ്സഹായത കൊണ്ടോ ആവാം. ഉദാഹരണത്തിന്, 2 കാലുകൾക്കും വൈകല്യമുള്ള ഒരാൾ വീൽചെയറിലിരുന്ന് നിത്യവൃത്തിക്കുള്ള വരുമാനം കണ്ടെത്തുന്നതിന് ലോട്ടറി വിൽപ്പന നടത്തുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വൈകല്യത്തെ നോക്കി സഹതപിക്കുകയല്ല വേണ്ടത്. അവരുടെ വൈകല്യങ്ങൾക്കല്ല വിലയിടേണ്ടത്. ആ വൈകല്യങ്ങളെ അല്ലെങ്കിൽ അത്തരം ദൗർബല്യങ്ങളെ മറികടക്കാൻ കാണിച്ച ഇച്ഛാശക്തിക്കാണ് വിലയിടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും ഒറ്റയ്ക്ക് നടന്ന് ശീലിക്കണമെന്ന് സാധാരണ പറയാറുള്ളത്. കാരണം ഒറ്റപ്പെടുമ്പോൾ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ ആ ഒരു ശീലം സഹായകമാകും. ഏതെങ്കിലും വിധത്തിൽ വൈകല്യം അനുഭവിക്കുന്നവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം തളർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നതാണ്. തന്റെ വൈകല്യങ്ങളെ, ദൗർബല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, ദുഃഖിക്കരുത്, ശാരീരികമായി തളർന്നതുപോലെ മാനസികമായും തളരരുത് എന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആദ്യ പ്രതികരണം ഉപദേശികൾക്ക് എന്തും ഉപദേശിക്കാമല്ലോ, അവനവന് സംഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്നതാവാം. ആ പ്രതികരണം നടത്താൻ വരട്ടെ. ഈ ഉപദേശി ശരിക്കും വൈകല്യമുള്ള ഒരാളാണെങ്കിലോ? പതിറ്റാണ്ടുകളോളം ചക്രക്കസേരയിൽ കഴിയേണ്ടി വന്ന ഗുരുതര വൈകല്യമുള്ള ആളാണെങ്കിലോ? കൈകാലുകൾക്ക് ചലനമില്ലാതിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് പക്ഷേ ആകാശത്തിന് മേലെ പറന്നു, ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. അങ്ങനെ ലോകം കണ്ട പ്രശസ്ത ശാസ്ത്രജ്ഞൻ എന്നതിലുപരി തളരുന്നവർക്ക് ഉണർത്തുപാട്ടായി ജീവിച്ചു കാണിച്ച അത്ഭുത മനുഷ്യൻ കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് കടന്നുപോയത്. 1942 ബ്രിട്ടനിലെ ഓക്സ്ഫോർഡിൽ ജനിച്ചു. കുതിരയോട്ടവും വള്ളം തുഴച്ചിലും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹോക്കിൻസ് നാച്ചുറൽ സയൻസിൽ ബിരുദം നേടിയ ശേഷം PhDക്ക് കേംബ്രിഡ്ജിൽ ചേരുന്നു. 21 വയസ്സിലാണ് ഗുരുതര രോഗം കണ്ടെത്തുന്നത്. തുടർന്ന് ഡോക്ടർമാർ വിധി എഴുതി, ഏറിയാൽ 2 കൊല്ലത്തെ ആയുസ് മാത്രമേയുള്ളൂ എന്ന്. മാംസപേശികൾ ക്ഷയിച്ച് ശരീരത്തിന്റെ ചലനം തന്നെ അസാധ്യമാകുന്ന ALS എന്ന അപൂർവ രോഗം. എന്നാൽ ഡോക്ടർമാരുടെ കണക്ക് കൂട്ടലുകൾക്കുമപ്പുറം ഹോക്കിങ്സ് ജീവിതം അത്ഭുതമായി തീർന്നു. ഡോക്ടർ B. ഇക്ബാൽ മുമ്പൊരിക്കൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ചികിത്സയില്ലാത്ത മോട്ടോനോൺ ഡിസീസിന്റെ ഒരു വകഭേദമായ അമയോട്രോപിക് ലാറ്റോസ്ക്ലെറോസിസ് എന്ന ഗുരുതരമായ രോഗം, അതായത് നാഡീവ്യൂഹം നിരന്തരമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രോഗമാണ്. 23 വയസ്സ് മാത്രം പ്രായമുണ്ടായ അവസരത്തിലാണ് അദ്ദേഹം 2 വർഷം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ എന്നാണ് ഡോക്ടർമാർ പ്രവചിച്ചത്. പക്ഷേ അദ്ദേഹം തുടർന്ന് ജീവിച്ചു. 2 തവണ വിവാഹം കഴിച്ചു. ആദ്യ ഭാര്യയിൽ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. അദ്ദേഹം പ്രപഞ്ച ശാസ്ത്രത്തിലും കോസ്മോളജിയിലും സൈദ്ധാന്തിക ഭൗതികത്തിലും തിയററ്റിക്കൽ ഫിസിക്സിലും മൗലികമായ സംഭാവനകൾ നൽകി ഏറ്റവും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അവസാന കാലമാകുമ്പോഴേക്കും സംസാരശേഷിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സംസാരശേഷി നഷ്ടപ്പെടാനുള്ള കാരണം ട്രക്കിയോസ്റ്റമി എന്ന ശ്വസനനാള ശസ്ത്രക്രിയ നടത്തിയതിലൂടെയാണ്. ജീവൻ രക്ഷിക്കാൻ ഈ ശസ്ത്രക്രിയ ഉപകരിച്ചെങ്കിലും ശ്വാസമെടുക്കുന്നത് നെഞ്ചിലെ സുഷിരത്തിലൂടെ ആയതോടെ സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അതോടെ തനിക്കുണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് ഹോക്കിംഗ് തന്നെ പറയുന്നുണ്ട്. ദേഷ്യവും നിരാശയും കൂടിക്കൂടി വന്നു. ആരോടും ഒന്നും മിണ്ടാതെ, ആശയവിനിമയം നടത്താതെ എന്തിന് ജീവിച്ചിരിക്കണം? Despite the intrusions on family life, with the nurse's help, I grew stronger. Yet, I still felt trapped inside my body. For a time, at home, I could communicate only by raising my eyebrows when someone pointed a letter on a card. All thoughts of work and finishing my book grew distant. But then quite unexpectedly, a glimmer of hope came from across the water. ഈ ശബ്ദം കേട്ടപ്പോൾ അത്ഭുതം കൂറുന്നുണ്ടോ? സംസാരശേഷി നഷ്ടപ്പെട്ട ഹോക്കിംഗ് എങ്ങനെ ഇക്കാര്യങ്ങൾ പറഞ്ഞുവെന്ന്. മനുഷ്യ ശരീരത്തിലെ ചലനങ്ങൾ അതിനനുസരിച്ച് കമ്പ്യൂട്ടറുകൾ പ്രതികരിക്കുന്ന സാങ്കേതികത വിജയം കണ്ട കാലമായിരുന്നു അത്. കീബോർഡിൽ എഴുതുന്ന കാര്യങ്ങളെ സംസാരമാക്കി മാറ്റുന്ന സ്പീച്ച് സിന്തസൈസർ എന്ന ഉപകരണം ഹോക്കിങ്ങിന്റെ ആശയവിനിമയത്തിന് സഹായകമായി. 1980കളിലാണ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എഞ്ചിനീയർ ടെന്നിസ് ക്ലാട്ട് ശബ്ദം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. അക്ഷരങ്ങൾ ശബ്ദമാക്കി മാറ്റുന്നതിലായിരുന്നു ക്ലാട്ടിന്റെ ഗവേഷണങ്ങളെല്ലാം. അത്തരത്തിലുള്ള ആദ്യകാല ഡിവൈസുകളിലൊന്ന് ക്ലാട്ടിന്റെ സംഭാവനയാണ്.
ഡെക്ടോക്ക് എന്ന ആ ഉപകരണത്തിനു വേണ്ടി അദ്ദേഹം 3 ശബ്ദം ഉപയോഗപ്പെടുത്തി. ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു, പിന്നൊന്ന് മകളുടെ, കൂടാതെ സ്വന്തം ശബ്ദവും ക്ലാർട്ട് ഡെക്ടോക്കിൽ ആക്കി കൊടുത്തു. I got a call from a physicist and he said, I've got someone in England, he's a professor of physics who lost the ability to speak and he needs a system. This system was called Equalizer, and the top part of the screen was a set of letters, rows of letters, and then the bottom part of the screen was rows of words, 36 very frequently used words. He learned that very quickly and I was blown away by it. He was scanning just amazing. പെർഫെക്റ്റ് പോൾ എന്നാണ് തന്റെ ശബ്ദത്തിന് അദ്ദേഹം നൽകിയ പേര്. തനിക്ക് ചേർന്ന ഏറ്റവും പെർഫെക്റ്റ് ശബ്ദമായി ഹോക്കിംഗ് തെരഞ്ഞെടുത്തതും അതായിരുന്നു. 1988-ൽ സ്പീച്ച് പ്ലസ് പുതിയ സിന്തസൈസർ നൽകിയപ്പോൾ ശബ്ദം മാറിപ്പോയി. പക്ഷേ ഹോക്കിംഗ് അപ്പോഴും വിളിച്ചു പറഞ്ഞു, എനിക്കെന്റെ പഴയ ശബ്ദം മതി. അങ്ങനെ സംസാരശേഷിയില്ലാത്ത ശാസ്ത്രജ്ഞൻ യന്ത്രത്തിന്റെ കൃത്രിമ ശബ്ദത്തിൽ പിന്നീട് നിരവധി പ്രഭാഷണങ്ങൾ നടത്തി. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ശാസ്ത്രഗ്രന്ഥം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതുകയും ചെയ്തു. I had a stack of notes from Peter Gazzardi suggesting changes and clarifications to my book. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ രോഗം നാഡികളെയെല്ലാം പൂർണ്ണമായും തളർത്തും വിധത്തിൽ ഗുരുതരമായി. വിരലുപോലും അനക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഹോക്കിംഗ് ആദ്യം ചോദിച്ചത് ഇന്ത്യയിലെ വിദഗ്ധരോടായിരുന്നു. അവർ നൽകിയ മറുപടിയാകട്ടെ അദ്ദേഹത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും അനുഗ്രഹമാകുന്നതായിരുന്നു. കവിളിന്റെ ചലനമനുസരിച്ച് അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും അതിനെ ശബ്ദമാക്കി മാറ്റാനുമെല്ലാം സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായിരുന്നു അത്. കൺപുരുകങ്ങളുടെ ചലനം കൊണ്ടും ഇത്തരത്തിൽ ആശയവിനിമയം സാധ്യമാക്കാമായിരുന്നു. പക്ഷെ തനിക്ക് കൂടുതൽ എളുപ്പം കവിളുകളുടെ ചലനമാണ് എന്നായിരുന്നു ഹോക്കിങ്ങിന്റെ മറുപടി. കവിളുകൾ കൊണ്ട് കമ്പ്യൂട്ടറിന്റെ കഴ്സർ നീക്കുന്ന സാങ്കേതികതയ്ക്ക് ഇന്റൽ രൂപം നൽകി. വീൽചെയറിൽ ഘടിപ്പിച്ച ടാബ്ലറ്റിലായിരുന്നു ടൈപ്പിംഗ് ജോലികളെല്ലാം. ഹോക്കിങ്ങിന്റെ കണ്ണാടയിൽ ഒരു ചെറിയ ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ ഘടിപ്പിച്ചു. കവിളിനോട് ചേർന്നാണ് സ്ഥാനം. ഈ ഡിറ്റക്ടറാണ് കവിളുകളുടെ ചലനം തിരിച്ചറിഞ്ഞ് ടാബ്ലറ്റിലേക്കും സിഗ്നലുകൾ അയക്കുന്നത്. ആദ്യ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കൂട്ടം വാക്കുകൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഹോക്കിംഗ് ലോകത്തോട് സംവദിച്ചു. ഇന്നിപ്പോൾ ഈ ഉപകരണം ശബ്ദമില്ലാത്ത അനേകർക്ക് ഉപകാരമായി മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ട് ശബ്ദം നഷ്ടപ്പെട്ട് വെറുമൊരു കവിളനക്കം കൊണ്ട് ആകാശത്തിനും ക്ഷീരപഥങ്ങൾക്കും മേലെ പറന്ന് ശാസ്ത്രരഹസ്യങ്ങളെ പ്രവഹിപ്പിച്ച ആ മനുഷ്യനാണ് ഉപദേശിച്ചത്, വൈകല്യമുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്, ദുഃഖിക്കരുത്, ശാരീരികമായി തളർന്നതുപോലെ മാനസികമായും തളരരുത് എന്ന്.